പ്രിയപ്പെട്ട കുട്ടികളെ, ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് അധ്യാപകർ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റും ഗൂഗിൾ ക്ലാസ് റൂമും ഒക്കെ ഉപയോഗിച്ച് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജിമെയിൽ അക്കൗണ്ട് എടുക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. നല്ലൊരു ശതമാനം കുട്ടികളും ഇതിനോടകം അക്കൗണ്ട് എടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ പേരൻസിൻ്റെയോ സഹോദരങ്ങളുടെയോ ഒക്കെ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. നമുക്കറിയാം, ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കോളർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ, അങ്ങനെ പല അവസരങ്ങളിൽ അല്ലെങ്കിൽ സമ്പൂർണ്ണയുടെ ഡേറ്റ കളക്ഷൻ സമയത്ത് ഒക്കെയും നമ്മളോട് ഒരു മെയിൽ ഐ ഡി ചോദിക്കാറുണ്ട്. നമ്മൾ മിക്കവാറും അത് ബ്ലാങ്ക് ആക്കി ഇടേണ്ട അവസ്ഥയിലാണ് ഇരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും പേരൻസിൻ്റെ അങ്ങനെയുള്ള ആരുടെയെങ്കിലും ഒരു മെയിൽ ഐ ഡി കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ നമുക്ക് ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കിയെടുക്കുന്നതിന് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ചില അവസരങ്ങളിലാണെങ്കിൽ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓരോ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് OTP പോലെയുള്ള അല്ലെങ്കിൽ ഇന്ന കോഡ് വന്നിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ മെയിലിലേക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ജിമെയിൽ അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി ആവശ്യമാണ്. നമ്മളിവിടെ ഗൂഗിൾ ക്ലാസ്സിൽ ഒക്കെ പങ്കെടുക്കാൻ വേണ്ടത് നമുക്ക് ഗൂഗിളിൻ്റെ ജിമെയിൽ അക്കൗണ്ട് എടുക്കുകയാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇതുവരെയും ഒരു അക്കൗണ്ട് എടുക്കാത്തവർക്ക് അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് എടുക്കാത്തവരെ ഒന്ന് സഹായിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ജിമെയിൽ അക്കൗണ്ട് എടുക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇവിടെ ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് ഗൂഗിൾ ജിമെയിൽ സൈറ്റ് കാണാനായിട്ട് സാധിക്കും. അത് സെലക്ട് ചെയ്യുക. ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ മലയാളമുണ്ട്, മറ്റ് ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഇംഗ്ലീഷാണ്, US ഇംഗ്ലീഷാണ് നമ്മൾ ഉപയോഗിക്കുക കമ്പ്യൂട്ടറിലൊക്കെ. ഇനി അത് മലയാളത്തിൽ വേണമെന്നുള്ളവർക്ക് മലയാളം ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മലയാളം ചെയ്താലും ടൈപ്പ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. മിക്കവാറും ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിന് താഴേക്ക് നോക്കിയാൽ കാണാം ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കിടപ്പുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ മൈസെൽഫ്, സ്വന്തം ഉപയോഗമാണോ, അത് ഇനി എന്തെങ്കിലും ബിസിനസ് അക്കൗണ്ട് വല്ലതും ആണോ എന്നുള്ളതാണ് ചോദിക്കുക. അവിടെ നമ്മൾ ഫോർ മൈസെൽഫ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് എന്താണോ പേര് കൊടുക്കേണ്ടത്, ഫസ്റ്റ് നെയിം എന്താണോ നിങ്ങളുടെ പേര് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിലൊക്കെ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത് എന്താണോ നിങ്ങളുടെ പേര് ചേർത്ത് കൊടുക്കുക, അതാണ് ഇവിടെ വരിക. ഞാനിവിടെ ഒരു പേര് എൻ്റർ ചെയ്യുകയാണ്. ആദ്യത്തെ പേരിൻ്റെ ആദ്യത്തെ വാക്ക് ഏതാണ്, അവസാനത്തെ വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുക. പേര് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഈ പേരിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഒരു, അതായത് മെയിൽ ഐ ഡി ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു വാക്കായിരിക്കണം കൊടുക്കേണ്ടതായിട്ട് വരിക. ഞാനിവിടെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, അത് സ്മോൾ ലെറ്ററിലായിരിക്കണം എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അതേപോലെ തന്നെ ഈ അടിച്ചു കൊടുക്കുന്ന, ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന യൂസർ നെയിമാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം, ഇവിടെ ഈ ഒരു പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ. അപ്പോൾ ഇവിടെ ഓൾറെഡി കാണിക്കുന്നു ഇങ്ങനെയൊരു അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. അതുകൊണ്ട് വേറെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനാണ് നമുക്ക് ആവശ്യപ്പെട്ടിരിക്കുക. ഇനി അവർ അവൈലബിൾ ആയിട്ടുള്ള 1-2 കാണിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം. വേണമെങ്കിൽ അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ പറയുന്നുണ്ട് യു ക്യാൻ യൂസ് ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് പീരിയഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും വേണമെങ്കിൽ നമ്പരൊക്കെ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. പക്ഷേ എല്ലാം സ്മോൾ ലെറ്ററിൽ കൊടുക്കാൻ ശ്രദ്ധിക്കാം. അതേപോലെ ഇതിലൊരു പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, മറന്നു പോകാൻ പാടില്ല. അതെവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ലെറ്റേഴ്സും അതേപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അറ്റോ അല്ലെങ്കിൽ സ്റ്റാറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു നമ്പരും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം
ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അത് കുറിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ അതേ തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുക്കുക, അതിൽ മാറ്റം വരുത്താനായിട്ട് പാടില്ല. ഇവിടെ പറയുന്നുണ്ട് യൂസ് 8 or more characters with a mix of letters, numbers and symbols. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സിമ്പിൾസ് ഉപയോഗിക്കാം, നമ്പേഴ്സോ ലെറ്റേഴ്സോ ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ആവശ്യപ്പെടുന്നു ഫോൺ നമ്പർ കൊടുക്കുക. ഇവിടെ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി എന്തെങ്കിലും റിക്കവറി ഇമെയിൽ ID ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതായത് എന്തെങ്കിലും പാസ്വേഡ് മറന്നു പോകും, അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്കിതിനെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്കത് ഉപയോഗിക്കാം. അതേപോലെ ഇവിടെ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ അത് കാണിച്ചു കൊടുക്കുന്നു. അതേപോലെ ജെൻഡർ ഏതാണെന്ന് ചോദിക്കുന്നു, മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യം നമുക്കിവിടെ കാണിച്ചു കൊടുക്കാം. ഇവിടെ വീണ്ടും നെക്സ്റ്റ് എന്ന് കൊടുക്കുക. To make sure this number is yours, Google will send you a text message with a 6-digit verification code. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് ഒരു കോഡ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുക. കോഡ് വരണമോ വേണ്ടയോ എന്നാണ് ചോദിച്ചിരിക്കുക. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നോട്ട് നൗ കൊടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുക. ഇപ്പോൾ പറയുന്നു ഈ കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്യുന്നുണ്ടോ, ഐ എഗ്രി എന്ന് കൊടുത്താൽ നമുക്കൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്യപ്പെട്ടതെന്ന് നോക്കാം. ഇതാ നിങ്ങളുടെ ഒരു മെയിൽ ID, പുതിയ ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഇത് ആരുടെ പേരിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൽ ID എന്ന് പറയുന്നത് ഇതാ ഇവിടെ വരുന്ന ഈ ഒരു കാര്യമാണ് ഇവിടെ മെയിൽ ID ആയിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ആർക്കെങ്കിലും മെയിൽ ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കേണ്ട മെയിൽ അഡ്രസ്സാണ്, ഇമെയിൽ അഡ്രസ്സാണ് ഈ ഇവിടെ തന്നിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഒരു മെയിലിൽ പബ്ലിക് കഫേയിലൊക്കെ നമ്മൾ പോയി നെറ്റ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഒരു പക്ഷേ മെയിലൊക്കെ തുറക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ തുറന്നതിന് ശേഷം ഇത് അവിടുന്ന് പോരുന്നതിന് മുന്നിലായിട്ട് ഇത് സൈൻ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പുറത്തേക്ക് പോരാവൂ. അതേപോലെ നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ എങ്ങനെയാണ് ഈ ഒരു മെയിൽ ID ഉണ്ടാക്കാനും അതേപോലെ അതിനകത്ത് എങ്ങനെയാണ് മെയിൽ അയക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു മെയിൽ ID ഉണ്ടാക്കുക, നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുക, അപ്പോൾ നിങ്ങളുടെ തന്നെ അഡ്രസ്സിൽ നിങ്ങൾക്ക് കയറാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ഈ ID ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ID ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് മെയിൽ കമ്പോസ് ചെയ്ത് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള കമ്പോസ് എന്നുള്ള ബട്ടണിൽ കൊടുക്കുന്നു. ഇതുപോലെയുള്ള അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അഡ്രസ്സ് എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, എന്തിനെക്കുറിച്ചാണെന്ന് കാണിച്ചു കൊടുക്കുന്നു, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നു, ആർക്കാണോ അയക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുക. ഒന്നിൽ കൂടുതൽ പേർക്ക് അയക്കണമെങ്കിൽ ഇവിടെ CC എന്ന് കൊടുത്തിട്ടുണ്ട്. BCC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് കിട്ടുന്നവർക്കൊന്നും അറിഞ്ഞുകൂടാ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കൊക്കെ അയച്ചിരിക്കുന്നുവെന്ന് കിട്ടുന്നവർക്കെല്ലാം മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് ബോഡി എന്താണോ കൂടുതൽ മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റിനുള്ളത് ഇവിടെ കാണിക്കാം, ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഇപ്പോൾ ഗൂഗിൾ മീറ്റിൻ്റെയൊക്കെ ലിങ്കുകൾ നിങ്ങൾക്ക് മെയിലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ വാട്സാപ്പിലാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിലിലേക്ക് വരാം. അപ്പോൾ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇൻബോക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വന്നിരിക്കുന്ന മെയിലുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഗൂഗിൾ മീറ്റിനുള്ള ലിങ്കിലേക്കൊക്കെ പ്രവേശിക്കുക.
അതേപോലെ നിങ്ങൾക്ക് പരീക്ഷകളൊക്കെ നടക്കാറുണ്ട്, ഗൂഗിൾ ഫോമിലൊക്കെ പരീക്ഷകൾ നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ ID-യിലേക്ക് അയക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മെയിൽ ID കൊടുക്കുമ്പോൾ അതിൽ ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ അങ്ങനെ കൃത്യമായിട്ട് വേണം എഴുതി കൊടുക്കാൻ. എല്ലാവർക്കും പഞ്ച്വേഷൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ എഴുതി കൊടുക്കാറുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ യൂസർ ID ആയിട്ട് കൊടുക്കുന്നത് എന്താണോ അത് അതേ രീതിയിൽ തന്നെ, കേസ് സെൻസിറ്റീവ് ആണ്, അത് ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ, സ്മോൾ ആണ് സ്മോൾ, എങ്ങനെയാണോ അതിനകത്ത് വരുന്നത് അതുപോലെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ പാസ്വേഡ് മറന്നു പോകാതെ സൂക്ഷിച്ച് വെക്കുക. ഓർക്കാൻ എളുപ്പമുള്ള പാസ്വേഡ് കൊടുക്കുക. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതും കൂടെ നന്നായിരിക്കും. എങ്ങനെയാണെങ്കിലും ലോഗിൻ ചെയ്ത ഒരു ID-യിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, സൈൻ ഔട്ട് എന്ന് കൊടുത്താൽ മാത്രമേ പുറത്തു പോകൂ. അപ്പോൾ നമ്മൾ പുറത്തുള്ള ഒരു കഫേയിലൊക്കെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും, അങ്ങനെയല്ല കഫേന്നല്ല, എപ്പോഴാണെങ്കിലും സൈൻ ഇൻ ചെയ്തിട്ട് നമ്മുടെ വർക്ക് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ മെയിൽ അയക്കുകയോ മെയിൽ ചെക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സൈൻ ഔട്ട് ചെയ്തിട്ട് അവിടുന്ന് പോരാവും. അങ്ങനെ ഒരു കാര്യം നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ മെയിലിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇതുപോലെ തന്നെ ലോഗിൻ ചെയ്യുമ്പോഴും നമുക്ക് ഇവിടെ മെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താണോ നിങ്ങൾ മെയിൽ ID ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുക, ആ ഒരു കാര്യം നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്നതിൽ കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് എന്നതിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നു. അത് നമ്മുടെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന പാസ്വേഡാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ മെയിലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. റിക്കവറി ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കൊരു പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നൊക്കെ അവസരത്തിൽ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുക. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തു പോവുക, അല്ലെങ്കിൽ കൺഫേം ചെയ്തു പോവുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെയിലിലേക്ക് കയറാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, കാരണം അത് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.